നാസിസ്റ്റുകളുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള 3 പെരുമാറ്റങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും NPD ഉള്ള നാസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളോടൊപ്പം ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും ഇവരുടെ അബ്യൂസ് എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്ന അത്രയും ക്രൂവലാവുന്നത് എന്ന്. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതെല്ലാം സഹിക്കണമെന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ണർ ആയിട്ടുള്ള വ്യക്തിയോ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തിയോ ഇത്തരത്തിൽ വളരെ അൺഇമാജിനബിളി ക്രൂവൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറിയാൽ അത് വളരെ നോർമലൈസ് ചെയ്യുന്ന സാധാരണമാണെന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മളോട് തന്നെ പറയും, ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കും, ജോബിൽ സ്ട്രെസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ മാറുമായിരിക്കും എന്നൊക്കെ. എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു നാർസിസിസ്റ്റിന്റെ ക്രൂവൽറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പാത്തോളജിക്കൽ പാറ്റേൺ ആണ്. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള നാർസിസ്റ്റുകളുടെ ഒന്നാമത്തെ ക്രൂരത എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഡബിൾ ലൈഫ്. നിങ്ങളെ ചതിക്കുകയും സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന നാർസിസ്റ്റുകളുടെ സ്വഭാവം. ഒരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള, പ്രത്യേകിച്ച് നാർസിസ്റ്റിക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള വശമാണ് അവരെങ്ങനെയാണ് നിങ്ങളുടെ ഇന്റിമസിയെ, വിശ്വാസ്യതയെ, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ ദുരുപയോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സൊമാറ്റിക് നാർസിസം എന്താണെന്നും ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഇന്റിമസി എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം. ഈ ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചുകൊണ്ട്, ഫിസിക്കൽ ബോഡിയിലെ ചാംനസ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ സെക്ഷുവാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പവർ എടുക്കുന്ന നാർസിസ്റ്റുകളെ അല്ലെങ്കിൽ ആ ഫോം ഓഫ് നാർസിസത്തെയാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ സൊമാറ്റിക് നാർസിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊമാറ്റിക് നാർസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. വളരെയധികം സയന്റിഫിക് സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് NPDയിൽ ഈ പാത്തോളജിക്കൽ നാർസിസവും സെക്ഷുവൽ നാർസിസവും ഓവർലാപ്പ് ചെയ്യാനുള്ള ടെൻഡൻസീസ് വളരെ കൂടുതലാണ്. അതായത് എല്ലാ നാർസിസ്റ്റുകളിലും കാണില്ലെങ്കിലും ഒരു ഭൂരിഭാഗം നാർസിസ്റ്റുകളിലും ഈ സെക്ഷുവൽ എൻറ്റൈറ്റിൽമെന്റ് ആവശ്യപ്പെടുന്ന, ഇവർ സെക്ഷുവലി എൻറ്റൈറ്റിൽഡ് ആണെന്ന് വിശ്വസിക്കുന്ന, ഒരു പ്രത്യേകതരം സെക്ഷുവൽ സ്കില്ലുള്ള, ഒരല്പം പോലും സെക്ഷുവൽ എംപതി ഇല്ലാത്തവരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും എന്ന് പ്രൂവ് ആയിട്ടുള്ളതാണ്. ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്സും ഇന്റിമസിയും എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടി അല്ല അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് അതൊരു ഇടപാട് പോലെയാണ്. ഇവർ ഇന്റിമസി എന്ന് പറയുന്നത് നാർസിസ്റ്റിക് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഈഗോയെ ഫീഡ് ചെയ്യിക്കാനുള്ള ഒരു ടൂൾ ആയിട്ട്, അവർക്ക് വിക്ടിമിൽ ഡോമിനൻസ് നിലനിർത്താനും കൺട്രോൾ നിലനിർത്താനുമുള്ള ഒരു ആയുധമായിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇവരെ പാത്തോളജിക്കൽ ആയിട്ടുള്ള ചീറ്റിംഗ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ കാണാൻ പറ്റുന്നതാണ്. ഇവരൊരിക്കലും ഒരു സപ്ലൈയിൽ തൃപ്തരാവുന്നവരല്ല. ഇവർ ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സപ്ലൈകളെ തേടുന്ന ആൾക്കാരാണ്. അത് സെക്ഷൽ ആയിട്ടുള്ള നീഡ്സിന് വേണ്ടി തന്നെ. ഇവരുടെ ഫ്രജൈൽ ആയിട്ടുള്ള ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രോണിക് ആയിട്ടുള്ള ചീറ്റിംഗിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇൻവോൾവ് ആവും. അവർക്ക് ഒട്ടും എഫക്റ്റീവ് എമ്പതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പാർട്ണറിന്റെ ഇമോഷണൽ ഹെൽത്ത് റിസ്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു ചിന്തയും ഇല്ലാത്തവരാണ്. അത് മാത്രമല്ല, ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്തെങ്കിലും വന്നാലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ എങ്ങാനും ഇത് കണ്ടെത്തി ഇവരെ ചോദ്യം ചെയ്താലോ അവരപ്പൊ തന്നെ നിങ്ങളെ ഗ്യാസ്ലൈറ്റ് ചെയ്യും. നിനക്ക് എപ്പോഴും എന്നെ സംശയമാണ്, നീ എന്താ ഇങ്ങനത്തെ ഒരു ഓപ്പൺ മൈൻഡഡ് അല്ലാത്ത ഒരു പാർട്ണർ ആവുന്നത്? ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഈ കാര്യത്തിൽ? നീ എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ശരിക്കും സത്യമില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ്? നിങ്ങൾ ചീറ്റ് ചെയ്ത ഒരു കാര്യം എവിഡൻസ് സഹിതം പിടിച്ചിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമായിരിക്കും ഇത്. പിന്നെയുള്ളത് സെക്ഷൽ കോവേഷനും മാരിറ്റൽ എക്സ്പ്ലോയിറ്റേഷനും ആണ്. ഈ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ നാർസിസ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇവിടെ മാരേജിനകത്ത് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ ഇന്റിമസി എന്നുള്ള കാര്യത്തിനെ ആയുധമാക്കിയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഡിമാൻഡ്സ് എല്ലാം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, അതൊക്കെ ചെയ്തു കൊടുത്തില്ല എങ്കിൽ വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു സൈലൻസ് കൊണ്ട് അവർ നിങ്ങളെ പണിഷ് ചെയ്യും. ഇല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ നിങ്ങളെ പണിഷ് ചെയ്യും. ഇല്ലെങ്കിൽ വളരെ പ്രകടമായി തന്നെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, എപ്പോഴും ആൾക്കാരുടെ മുന്നിലും അല്ലാതെയും നിങ്ങളെ ചെറിയ രീതിയിൽ ഡിഗ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് പല കുറവുകളും ഉണ്ടെന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിങ്ങളെ ഇമോഷണലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഇവർ ഇന്റിമസിയെ ഹൂവറിംഗ് ടാക്ടിക്കിന്റെ സമയത്ത് ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങാനും റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഷവറിംഗ് ആയിട്ട് അഫെക്ഷൻ കാണിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് നിങ്ങളെ വീണ്ടും അബ്യൂസീവ് സൈക്കിളിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. രണ്ടാമത്തേത് ജെക്കിൽ ആൻഡ് ഹൈഡ് ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ക്രൂവൽറ്റിയെ പറ്റിയാണ്. ഇതിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ഇമോഷണൽ ക്രൂവൽറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇവർ അഭിനയിച്ച് കാണിക്കുന്ന സ്നേഹവും സേഫ്റ്റിയും പെട്ടെന്ന് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തോളജിക്കൽ ബിഹേവിയർ ആണ് നാർസിസ്റ്റുകളുടെ. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പലരും കരുതുന്ന പോലെ എപ്പോഴും ഇങ്ങനെ വിക്ടിമിനെ 100% അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ വിക്ടിം എന്നേ പോയേനെ. ഇവിടെ ഉപയോഗിക്കുന്ന ടാക്ടിക് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് ടാക്ടിക് ആണ്, ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന. ഇവരിങ്ങനെ ഹൈ വാം കാണിക്കുന്ന ലവ് ബോംബിംഗിൽ നിന്നും ഹൈലി കോൾഡ് ആയിട്ടുള്ള ഇമോഷണൽ ഡിവാലുവേഷനോ അല്ലെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റോ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ
രണ്ട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വിക്ടിം ഇവിടെ കംഫർട്ടിലേക്കും ഫിയറിലേക്കും ഇങ്ങനെ മാറി 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 ജീവിക്കേണ്ടി വരുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഡോപ്പമിൻ ആൻഡ് കോർട്ടിസോൾ സ്പൈക്ക് ആണ് അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത്. ഇതിവിടെ വിക്ടിമിനെ പിന്നെയും അബ്യൂസറിനോട് ഹുക്ക് ചെയ്ത് നിർത്താനായിട്ട് കാരണമാവുന്നു. ഇതാണ് ട്രോമ ബോണ്ട് എന്ന ബയോളജിക്കൽ അഡിക്ഷൻ. ഇവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെയും നാർസിസിന്റെ റിലേഷൻഷിപ്പിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഈവൻ ഡിസഗ്രീമെന്റ് വരുമ്പോഴും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ പോലും രണ്ട് പാർട്ട്നേഴ്സിനും അറിയായിരിക്കും എന്ത് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എവിടെയാണ് അവർ നിൽക്കുന്നതെന്ന്. എന്നാൽ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ദിവസം സ്നേഹം അഭിനയിക്കലാണെങ്കിൽ അടുത്ത ദിവസം കംപ്ലീറ്റ് ആയിട്ടുള്ള ഇഗ്നോർ ചെയ്യുന്ന സ്വഭാവവും കോഡ്നെസ് കാണിക്കലും സൈലന്റ് ട്രീറ്റ്മെന്റും ഒക്കെ ആയിരിക്കും. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഹെൽത്തി റിലേഷൻഷിപ്പിൽ രണ്ട് പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും നെർവസ് സിസ്റ്റം റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ നാർസിസ്റ്റ് വിക്ടിമിനെ ട്രിഗർ ചെയ്ത് പാനിക് ആക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും അലർട്ടായിട്ട് അവെയർ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക്, ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ നിർത്തുന്ന രീതിയിലായിരിക്കും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുണ്ടായിരിക്കുക. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ദിവസം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങൾ മീലൊക്കെ കഴിച്ച് സംസാരിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. തൊട്ടടുത്ത ദിവസം ഇവരൊന്നും സംസാരിക്കാത്ത രീതിയിൽ ഒരു കംപ്ലീറ്റ് ഇഗ്നോറന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ടാക്ടിക് കാണിക്കും. അപ്പൊ എന്താ ശരിക്കും പറ്റിയെന്ന് ചോദിക്കുന്ന വിക്ടിമിനോട് ഇവർ പറയുന്നത്, നിനക്കറിയില്ലല്ലേ എന്താ പറ്റിയെന്ന്, നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലേ, ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല എന്താ പറ്റിയെന്ന്. ഇവിടെ വിക്ടിം പിന്നെ അങ്ങോട്ട് ഒരു അടുത്ത 3 ദിവസത്തേക്ക് ഇത് ഞാൻ എന്താ ചെയ്തത്, ശരിക്കും എന്താ ഞാൻ ചെയ്തത്, ഇനി എന്തെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ എന്നിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി സ്വയം ബ്ലെയിം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആകും. ഒരിക്കലും വിക്ടിം ചെയ്തിട്ടില്ലാത്തൊരു മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് വിക്ടിം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ബ്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ നാർസിസ്റ്റുകളുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്ടിക് എന്ന് പറയുന്നത് പാത്തോളജിക്കൽ ആയിട്ടുള്ള ട്രയാങ്കുലേഷൻ, ദ ഫാമിലി സ്പിയർ എന്ന് ഇതിനെ വിളിക്കാം. ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, തന്ത്രപരമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്, നിങ്ങളെ ഫുള്ളി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നാർസിസ്റ്റുകൾക്ക് അവർ എക്സ്പോസ്ഡ് ആവും എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഈ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ടാക്ടിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു റിലേറ്റീവിനെ, ഒരു കസിനെ, ഒരു നെയ്ബറിനെ, ഒരു സിബിലിങ്ങിനെ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് ഒരു അൺനെസസറി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഒരു റൈവൽറിയും ഇൻസെക്യൂരിറ്റിയും ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന എല്ലാവരെയും തമ്മിലടിപ്പിക്കുന്നതിലൂടെ, അവരെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നാർസിസ്റ്റിന്റെ ഫേവർ ചോദിക്കാൻ വേണ്ടി നിലനിർത്തുന്നതിലൂടെ അവർ ആക്ച്വലി ഇവരെ യുണൈറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അവർ ഗ്രൂപ്പായിട്ട് നാർസിസ്റ്റ് എന്ന പ്രോബ്ലത്തെ കാണാതിരിക്കാനാണ് ഈ ഒരു ടാക്ടിക് നാർസിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോ അല്ലെങ്കിൽ പാർട്ണർ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, കുടുംബത്തിന്റെ രീതികൾക്കൊന്നും ഇവർ ഒത്തുപോകുന്നില്ല, അല്ല പൈസയൊക്കെ ഇവർ തോന്നിയ പോലെ ചെലവാക്കുകയാണ്, അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പാരന്റ്സിന്റെ കാര്യത്തിലൊന്നും ഇവർക്ക് ഒരു കൺസേണും ഇല്ല. ഇതിന്റെ റിസൾട്ട് എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാമിലി ഗാദറിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ചുറ്റും നോട്ടീസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള അങ്കിൾസും ആന്റീസും നിങ്ങളുടെ റിലേറ്റീവ്സും കോമൺ ഫ്രണ്ട്സും ഒക്കെ അവരൊന്നും നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, അല്ല അവരെന്തോ ദേഷ്യത്തോടുകൂടി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് അവരോട് 1-on-1 റിലേഷൻഷിപ്പിൽ നല്ല റിലേഷൻഷിപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ ഒരു ആർമി ഓഫ് ഫ്ലൈ മങ്കീസിനെ ഉണ്ടാക്കാൻ ഇവിടെ നാർസിസ്റ്റിന് സാധിച്ചിരിക്കുന്നു. അവരെ എല്ലാം നിങ്ങൾക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ വേർഷൻ ഓഫ് സ്റ്റോറി വിശ്വസിക്കാൻ ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥ ആയിരിക്കുന്നു. നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്ന ഒരു അസുഖത്തിൽ നിന്നും നമുക്ക് ഹീലാകാൻ പറ്റില്ല, നമ്മളത് ഡയഗ്നോസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേണ്ട സ്റ്റെപ്സ് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ. ഇവർ ഈ നിങ്ങളോട് കാണിക്കുന്ന ഇൻഫിഡിലിറ്റിയും ചതിയും ഈ സഡൻ ആയിട്ടുള്ള കോഡ്നെസ്സും ഫാമിലിയിൽ ഗോസിപ്പ് ചെയ്ത് നിങ്ങൾക്കെതിരെ എല്ലാവരെയും തിരിക്കുന്നതും നാർസിസം എന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായി തന്നെ ചെയ്യുന്നതാണ്. അത് അവരുടെ മാത്രം കുറ്റമാണ്, കുഴപ്പമാണ്, അവരങ്ങനെ തന്നെ തുടരുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല അതൊന്നും സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു തരിമ്പും സെൽഫ് ബ്ലെയിം നിങ്ങൾ നിങ്ങളോട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബിഹേവിയർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവരെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഇവരെ ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു പാത്തോളജിക്കൽ ഡിസോർഡർ ആണ്. ഈ പാത്തോളജിക്കൽ ലാക്ക് ഓഫ് എമ്പതി ഉള്ള ഇത്തരം ആൾക്കാരെ നിങ്ങൾക്ക് ഒരിക്കലും ശരിയാക്കി എടുക്കാൻ സാധിക്കില്ല. ഒരു നാർസിസ്റ്റ് ക്രൂവലായി നിങ്ങളോട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു നല്ല ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കുട്ടിയോ അല്ലെങ്കിൽ പാർട്ണറോ ആകാത്തത് കൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. ഈ നാർസിസ്റ്റുകളുടെ ഇന്റേണൽ സൈക്കിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങളിലെ ലൈറ്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കെടുത്തിക്കൊണ്ട് അവർക്ക് ബ്രൈറ്റ് ആകുക എന്നുള്ള പാരസൈറ്റിക് നേച്ചറോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ആദ്യം നിങ്ങളുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ വൾണറബിൾ ആയിട്ട് അവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ നാളെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കരഞ്ഞ് കാല് പിടിച്ച് ഇവരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. പകരം ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുക. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള, ബോറിംഗ് ആയിട്ടുള്ള, ഇമോഷണലി അൺറെസ്പോൺസീവ് ആയിട്ടുള്ള റെസ്പോൺസസ് വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു
ഇൻഫർമേഷൻ ഡയറ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ്, നിങ്ങൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഫിനാൻസസ് അത് എത്ര ഉണ്ടെന്നുള്ളത്, നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും ഇവരോട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ റിയാലിറ്റിയെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മെമ്മറി ആബ്സല്യൂട്ട്ലി ആക്യുറേറ്റ് ആണ്. നിങ്ങളുടെ റിയാലിറ്റി എല്ലാം ശരിയാണ്. നിങ്ങൾ കണ്ട കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളും എല്ലാം സത്യം തന്നെയാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എപ്പോഴും ശരിയായിരുന്നു. നിങ്ങൾ അനുഭവിച്ച അബ്യൂസ് റിയൽ ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവരുടെ പെർമിഷനോ അവരുടെ ക്ഷമ ചോദിക്കലോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ സത്യത്തെ എപ്പോഴും മുറുകെ പിടിക്കുക. ഇവരുടെ മാനിപ്പുലേഷനിലെ ഡാർക്ക് ആയിട്ടുള്ള ആ സ്റ്റോമിനെ നിങ്ങൾ അതിജീവിച്ചവരാണ്. നിങ്ങൾക്ക് ഇനി പീസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഡിഗ്നിറ്റിക്ക് ഒരു കോംപ്രമൈസും വരുത്താതെയുള്ള ഒരു ജീവിതം നിങ്ങളെ എല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റിയും കംഫർട്ടും ഒക്കെ വരാൻ ഇന്നത്തെ ഈ വീഡിയോ സഹായിച്ചെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന നമ്മളിപ്പോ ഈ ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ഡൈനാമിക്സിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുന്ന ഈ വീഡിയോ ഇതിൽ ആരെങ്കിലും ഒരാളിലേക്ക് എത്തിയാൽ തന്നെ അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഒരു ജീവനാണ് രക്ഷപ്പെടുന്നത്. അങ്ങനത്തെ വീഡിയോകളാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ എന്ന് പറയുന്നത്. നാർസിസ്റ്റിക് അബ്യൂസിന് വിധേയരായവർക്കും സർവൈവേഴ്സിനുമായിട്ട് ഞാൻ നടത്തുന്ന 1-on-1 വീഡിയോ കോൾ സെഷൻ ഇപ്പോൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിന് മുമ്പത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനുകളിലും എന്റെ കമ്മ്യൂണിറ്റി പേജിലും ഒക്കെ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് ഈ സെഷന്റെ ഭാഗമാകുക. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ വിശ്വസിക്കുക. നിങ്ങളുടെ റിയാലിറ്റി വാലിഡേറ്റ് ചെയ്യുക. ഹീലാവുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും